നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഈ അടുത്തായി പുറത്തു വന്നത്. അതായത് ഒരു വിദ്യാർത്ഥിനിയുടെ മരണം. അതിന് കാരണമായി മാറിയിരിക്കുന്നത് മൂന്നാറിൽ വിനോദസഞ്ചാരത്തിന് പോയതിനിടയിൽ ഒരു പൂളിലിറങ്ങി കുളിച്ചതാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ പൂളിലിറങ്ങി കുളിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു വലിയ ചോദ്യമായിരിക്കും ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പോഴാണ് കുളിക്കുന്നതിലൂടെ മൂക്കിലൂടെ ശരീരത്തിലേക്ക് കടക്കുന്ന ജീവഹാനി പോലും വരുത്തുന്ന മസ്തിഷ്ക ജ്വരം അത് പടർന്നു പിടിക്കുന്നു എന്നുള്ളൊരു വാർത്ത മലയാളികളെ ഒന്നുകൂടി ജാഗരൂകരാക്കുന്നത്. സംസ്ഥാനത്ത് പിന്നെയും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബുവിൻ്റെയും ധന്യ രാകേഷിൻ്റെയും മകളായ ദക്ഷിണയ്ക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 13 വയസ്സുകാരി ഈ ജൂൺ മാസം 12-ാം തീയതിയാണ് ചികിത്സയിലായിരുന്നത്. അതികലശലായ തലവേദനയായിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. വേണ്ട വിധത്തിലുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. തലവേദനയും ഛർദിയും തന്നെയാണ് ആദ്യം രോഗകാരണമായി കാണിച്ചത്. സ്കൂളിൽ നിന്നും മൂന്നാറിൽ ഒരു പഠനയാത്ര പോയിരുന്നു. അപ്പോഴാണ് ഒരു പൂളിലിറങ്ങി കുളിച്ചത്. അതിനുശേഷം ശരീരത്തിൽ ഒരു അണുബാധ ഉണ്ടായിരിക്കാമെന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഡോക്ടർമാരടക്കം കടക്കുന്നത്. പക്ഷേ പൂളിലിറങ്ങി ഏകദേശം 3 മാസത്തോളം കഴിഞ്ഞ ശേഷമാണ് രോഗലക്ഷണങ്ങൾ പോലും തിരിച്ചറിയാനായി കഴിയുന്നത്. സാധാരണഗതിയിൽ അമീബിക് ജ്വരമാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിൻ്റെ സാധാരണ ലക്ഷണങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ റിപ്പോർട്ട് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ലഭിക്കുന്നത്. മെയ് മാസത്തിൽ സമാനമായൊരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു തന്നെ ആയിരുന്നു. അതിനും കാരണം പനിയും തലവേദനയും ഛർദിയും തന്നെയാണ്. പരിശോധന നടത്തി അതിൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. കേരളത്തിൽ 6 പേർക്കാണ് ഈ രോഗം ഇതിനു മുൻപ് ബാധിച്ചിട്ടുള്ളത്. ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് 2016-ലായിരുന്നു. ശേഷം 19-ൽ, പിന്നീട് 2020-ൽ മലപ്പുറത്തും 22-ൽ കോഴിക്കോടും 23-ൽ തൃശ്ശൂരും ആലപ്പുഴയിലും ഓരോ കുട്ടിക്ക് വീതവും രോഗമെന്ന് ബാധിച്ചിരുന്നു. 10,000-ൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന ഏറെ വിരളമായൊരു രോഗമായി തന്നെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിനെ അറിയപ്പെടുന്നത്. നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുവാണ് മരണത്തിന് പോലും കാരണമാകുന്ന വില്ലനായി മാറുന്നത്. ഇത് നേരടി ബാധിക്കുന്നത് തലച്ചോറിനെ തന്നെയാണ്. അപ്പോഴാണ് ഈ രോഗമുണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഇത് പകരുന്ന ഒരു രോഗമല്ല, പ്രത്യേകിച്ചും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക്. പക്ഷേ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലാണ് ഈ അമീബ സാധാരണഗതിയിൽ ജീവിക്കുന്നത്. അങ്ങനെ നാം വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മൂക്കിനുള്ളിലെ നേർത്ത ടിഷ്യൂകളിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കാൻ സാധിക്കും. ശേഷം ഇത് തലച്ചോറിലേക്ക് യാത്ര ചെയ്യും. തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്നത് അതിഗുരുതരമായ രോഗലക്ഷണങ്ങളും പിന്നീട് കഠിനമായ മരണവും. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തീവ്രമായ തലവേദന, ഛർദി, കഴുത്തുതിരിക്കാനുള്ള ബുദ്ധിമുട്ട്, പനി, ഓക്കാനം അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അണുബാധയുണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകും. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കൃത്യമായി ഇത് മനസ്സിലാക്കാനായി കഴിയും. പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ശാരീരിക അസ്വസ്ഥതകൾ, അപസ്മാരം, ഓർമ്മക്കുറവ് അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ടാകും. ഇതിൻ്റെ രോഗനിർണയം നടത്തുന്നത് നട്ടെല്ലിൽ നിന്നും സ്രവം കുത്തിയെടുത്താണ്. അത് പരിശോധിച്ചാണ് രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൃത്തിയില്ലാത്തതോ കെട്ടിക്കിടക്കുന്നതോ വെള്ളത്തിൽ കുളിക്കുകയാണ് ഇതിനുള്ള കാരണവും. അങ്ങനെയായിരിക്കും ഇത് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാനുള്ളൊരു മാർഗമെന്ന് പറയുന്നത് വൃത്തിഹീനമായ വെള്ളക്കെട്ടുകളിലും നീർച്ചാലുകളിലും ഒന്നും തന്നെ ഇറങ്ങാതിരിക്കുക, മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് രോഗം വരാതിരിക്കാൻ നോക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.